പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 17 തീയതി ഇടവത്തിലെ പൂരം നാൾ. ഈ ദിവസം കുറച്ച് നക്ഷത്രക്കാർക്ക് രാജയോഗങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒട്ടനവധി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ദിവസം മുതൽ ലഭിച്ചു തുടങ്ങുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷസമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളും എന്തൊക്കെയെന്ന് ഒന്ന് നോക്കാം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകളൊക്കെ വേണ്ടിവരുന്നൊരു ദിവസത്തിന് തുടക്കം കുറിക്കുകയാണ്. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. ഇടത്തരം കോൺട്രാക്ടർമാർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ട്. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും നീങ്ങിക്കിട്ടും. പലവിധ രോഗാരിഷ്ഠിതകളും അതിജീവിക്കും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറിത്തുടങ്ങും. ചില പാവപ്രവൃത്തികൾ രഹസ്യമായിട്ട് കൂട്ടുനിൽക്കേണ്ടതായിട്ട് വരും. ബന്ധുജനങ്ങളുമായിട്ട് യോജിച്ച് പോകാനുള്ള പലവിധത്തിലുള്ള അറിവുകൾ ലഭിക്കാനും ഇടയുണ്ടാകും. ഉപാസനകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് വിറ്റുപോകാൻ സാധ്യതകൾ കൂടുതലാണ്. ത്വക്കിനെ സംബന്ധിച്ച അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുകയും ചെയ്യും. ഇവർ ദോഷനിവൃത്തിക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ കദളിപ്പഴ നിവേദ്യം നടത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. പ്രാർത്ഥനകൾക്ക് ഫലം കൂടുതലായിട്ട് ലഭിക്കും. കർണരോഗം, ഉദരരോഗം ഇവ ശ്രദ്ധിക്കണം. മനസ്വസ്ഥത വർദ്ധിക്കും. ധനലാഭങ്ങൾ മാറിക്കിട്ടും. സുഖാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാതെ ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ വാങ്ങാൻ സാധിക്കുന്ന സമയമാണ്. ചില പ്രവൃത്തികളിൽ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ചില ദുഃഖ അനുഭവങ്ങൾ നിഷ്പ്രയാസം അതിജീവിക്കാൻ സാധിക്കും. ജലത്തിലൂടെയുള്ള യാത്രകൾ വരും ദിവസങ്ങളിൽ ഒഴിവാക്കണം. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽ സ്ഥലത്ത് അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. ദോഷനിവൃത്തിക്ക് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവർ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഫലങ്ങളാണ് ഇത്. ചിലവുകളൊക്കെ ഇവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും. മനസ്സിലും വീട്ടിലും സ്വസ്ഥത വർദ്ധിക്കും. മറ്റുള്ളവരെ അപവാദം പറയാതെ ശ്രദ്ധിക്കണം. കലഹവാസന കുറഞ്ഞു തുടങ്ങും. മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം ഇടപെടാതിരിക്കുക. ചില സ്ഥാനമാനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കും. അതുപോലെ ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ചില ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും. വിവാഹ ആലോചനകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ചില ബന്ധുക്കളുമായിട്ട് ഉള്ള കലഹങ്ങൾ പറഞ്ഞു തീർക്കാനും സാധിക്കുകയും ചെയ്യും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിയവർക്ക് നല്ലൊരു കുടുംബബന്ധം ലഭിക്കാനുള്ളൊരു ഭാഗ്യം മെയ് 17 ശേഷം ഉണ്ടാകുന്നതാണ്. പുതിയ ഗൃഹനിർമ്മാണം നടത്താൻ നല്ല സമയമാണ്.
തൊഴിൽ രംഗവും മെച്ചപ്പെടും. അവിടെ കലഹങ്ങൾക്കും അഗ്നിബാധയ്ക്കും ചില റെക്കോർഡുകൾ നശിക്കാനും ഇടയുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തൊഴിൽ മേഖല ഒന്ന് പ്രത്യേകം വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാനും ഓർമ്മിപ്പിക്കുന്നു. ഇവർ ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കാണും. ഉപാസനകൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം. അല്പമായ ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. വാദബന്ധിയായ അസുഖങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കുക. ചില സ്ഥാനമാനങ്ങൾ ലഭിക്കും. കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങൾ അതിജീവിക്കും. മരണതുല്യമായ ചില അവസ്ഥകളിൽ നിന്ന് കരകയറാൻ സാധിക്കും. അക്ഷമ കൂടുതലായിട്ട് ആയിരിക്കുന്നൊരു സമയമാണ്. പിതാവുമായോ പിതൃതുല്യവരുമായിട്ടോ ഉള്ള കലഹങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. എല്ലാത്തിനെയും എതിർത്ത് പറയാനുള്ള വാസന കുറയ്ക്കുക. ശൂരത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കുക. ദുർജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇവർ ദോഷനിവൃത്തിക്ക് ശാസ്താവിന് എള്ളുപായസം, ശിവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി ഇവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. കമിതാക്കൾ തമ്മിലുള്ള കലഹങ്ങൾ മാറിക്കിട്ടും. മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കുന്നത് ഒഴിവാക്കണം. സുഖകാര്യങ്ങളിൽ താൽപ്പര്യം കൂടുതലാകും. നേത്രരോഗം, വ്രണങ്ങൾ ഇവ ശ്രദ്ധിക്കണം. അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. ഭാവി കാര്യങ്ങൾ വളരെ സാവധാനത്തിലെ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ദൂരയാത്രകളും ഒരുപാട് വേണ്ടിവരും. കാര്യതടസ്സങ്ങൾ അതിജീവിക്കും. മനോദുഃഖം കുറഞ്ഞു തുടങ്ങും. ധർമ്മകാര്യ പ്രവർത്തനങ്ങൾ ശ്രദ്ധയോട് ചെയ്യുക. ചെയ്യുന്ന തൊഴിലിൽ വൈകല്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങളും നീങ്ങിത്തുടങ്ങും. ഇവർ ദോഷനിവൃത്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. കമിതാക്കളുടെ വിവാഹകാര്യം സഫലമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സർക്കാർ സ്ഥാപനത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ അതിജീവിക്കും. സാമ്പത്തിക പുഷ്ടി ഉണ്ടാകും. മക്കൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം. കാര്യസാധ്യങ്ങളും രോഗശാന്തിയും ഉണ്ടാകും. എങ്കിലും വാതരോഗം മൂലം കൂടുതൽ കലഹവാസന അനുഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അനാവശ്യമായിട്ട് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും. അഭദ്യമായ ആഹാരങ്ങൾ, പുളിരസം ഇവ ഒഴിവാക്കാനായിട്ട് കൂടി ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. കന്നിക്കൂറിൽ പിറന്ന ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദത്തിൽ ജനിച്ചവർ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവർ ഇവരുടെ ദോഷനിവൃത്തിക്ക് വേണ്ടിയിട്ട് ശിവങ്കൽ ത്രയംബക മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തുലാക്കൂറിൽ പിറന്ന ചിത്തിര നക്ഷത്ര ജാതകർ 3, 4 പാദത്തിൽ ജനിച്ചവർ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ദൂരയാത്രകളൊക്കെ ഒരുപാട് വേണ്ടി വരുന്ന ദിവസങ്ങളാണ്. ഈ യാത്രകൾ കൊണ്ട് തന്നെ ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും കാര്യനേട്ടങ്ങൾ ഉണ്ടാകും. പൂർവിക ധനം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇവരെ കാത്തിരിക്കുന്നുണ്ട്. തെറ്റായ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടതായിട്ട് വരും. നേത്രരോഗം, ഉദരവ്യാധി, അർശോരോഗം ഇവ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. വിഷത്തിൻ്റെ ഉപദ്രവം ഉണ്ടാകാൻ ഇടയുണ്ട്. എല്ലായ്പ്പോഴും ദുഃഖ അനുഭവത്തിൽ നിന്ന് ഒരു മോചനം ഇവർക്ക് പ്രതീക്ഷിക്കാം. മനസ്സിൻ്റെ അസ്വസ്ഥതകളും ഇനി വരും ദിവസങ്ങളിൽ കുറഞ്ഞു തുടങ്ങും.
കലഹഭയവും മാറിത്തുടങ്ങും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. പുതിയ വീടിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾക്ക് തുടക്കമാകും. വലിയ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഇവർ ദോഷനിവൃത്തിക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.